മുത്തച്ഛനെ ഞങ്ങൾ 2 പ്രാവശ്യം തോൽപ്പിച്ചു. അപ്പൊ ഭയങ്കര കളിക്കാനാണല്ലോ. എടാ മോനെ, അത് ഞാൻ തോറ്റു തന്നിട്ടല്ലേ? ഞങ്ങൾ തോൽപ്പിച്ചിട്ടല്ലേ? ശരി, എങ്കിൽ ഡാഡി ഒന്ന് തോപ്പിക്കാം. ആദ്യം മുതൽ തുടങ്ങിക്കളെ. കുഞ്ഞുങ്ങൾ കൂടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. അതെ അതെ, വരുന്ന ആളാ. അങ്കിൾ വന്നെങ്കിലായി. ഇപ്രാവശ്യം തീർച്ചയായിട്ടും വരുമായിരുന്നു. വത്സലയ്ക്ക് എമ്മയ്ക്ക് അഡ്മിഷൻ കിട്ടിയോ? ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ. മക്കളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കുന്നുണ്ട് മുത്തശ്ശി. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന രണ്ടിന്റെയും വീരവാദം. കിട്ടും മുത്തശ്ശി. അങ്ങനെ വേണം മക്കളെ. നിങ്ങളുടെ അമ്മയും അങ്ങനെയായിരുന്നു. വത്സലേ, നിനക്ക് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലില് ചാട്ടത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പേപ്പറിൽ കണ്ടല്ലോ. ചാട്ടത്തിനല്ല, നാടോടി നൃത്തത്തിനാ. അച്ഛാ, പോലീസ് നിഘണ്ടുവില് നൃത്തത്തിന് ചാട്ടം എന്നൊരു അർത്ഥമില്ലേ? ഞാൻ പോലീസ് ചേർന്ന കാലത്ത് അങ്ങനത്തെ അർത്ഥമില്ലായിരുന്നല്ലോ മോനെ. ഓ, മിസ്റ്റർ മേനോനാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ജയമോഹൻ ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. എങ്കിലും നേരിട്ട് കണ്ട് വിഷ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. താങ്ക് യു. നിങ്ങൾക്ക് ഇദ്ദേഹത്തെ മനസ്സിലായില്ല അല്ലേ? ഇദ്ദേഹമാണ് ലയൻസി മേനോൻ. കേട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള ഒരു കോടീശ്വരനാണ് ഇദ്ദേഹം. പിന്നെ എന്റെ ആത്മാർത്ഥ സുഹൃത്തായി പോയി എന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ സഹോദരിയാ, ചേച്ചിയുടെ മൂത്ത മകളെയാ ജയമോഹൻ വിവാഹം കഴിച്ചത്. അവൾ മരിച്ചുപോയല്ലോ. അവളുടെ അനുജത്തിയായി ഇവൾ വത്സല. നിങ്ങൾ അപ്പുറത്തേക്കല്ലേ? ഞങ്ങൾ അല്പം സംസാരിക്കട്ടെ. ഇരിക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം പറഞ്ഞില്ലേ? ഇതുവഴി പോയപ്പോ മിസ്റ്റർ ജയമോഹൻ ഒന്ന് കാണണം തോന്നി, വന്നു, അത്ര തന്നെ. ഇനിയുള്ള എന്റെ ജോലിയിൽ എന്നെ സഹായിക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. അത് പിന്നെ പ്രത്യേകം പറയണോ മിസ്റ്റർ ജയൻ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകൻ എന്റെ മകനെ പോലെയല്ലേ? ആ വിശ്വാസവും ധൈര്യവും എനിക്കുണ്ട്. എന്റെ മകനെ തന്നെ മിനിസ്റ്റർ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിയോഗിച്ചത് വലിയ ഭാഗ്യമായി. ഇനി ഞാൻ രഹസ്യം പറയട്ടെ മിസ്റ്റർ മേനോൻ. ഹോം മിനിസ്റ്റർ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് തന്നെ ഞാൻ ഫോൺ ചെയ്തിട്ടാ. ജയമോഹന്റെ പേര് നിർദ്ദേശവും മറ്റാരുമല്ല, ഞാൻ തന്നെയാ. റിയലി? യെസ്. എന്തെല്ലാം അക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും വല്ല രക്ഷയുണ്ടോ? ഇവിടുത്തെ പോലീസ് ആകെ നിർവീര്യമല്ലേ? ഈ അവസ്ഥ ഒന്ന് മാറ്റിയെടുത്തേ പറ്റൂ. നിങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ എന്റെ സഹായം എപ്പോഴും എന്തിനും ഉണ്ടായിരിക്കും. അപ്പോ സൗകര്യം പോലെ അങ്ങോട്ടൊക്കെ ഒന്ന് വരിക. ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇത്രയൊക്കെ പണമുണ്ടെങ്കിലും ഒരു അഹങ്കാരവും ഇല്ല. ദ മോസ്റ്റ്